വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഗോൾഡൻ സ്പൈസ് ഫേസ് പാക്കുമായിട്ടാണ്. ഫേസ് പാക്ക് അല്ലെങ്കിൽ നമുക്കതിനെ ഫേസ് ക്രീം എന്നും പറയാം. ഓക്കെ, നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഫേസ് പാക്ക് അല്ലെങ്കിൽ ഒരു ഫേസ് ക്രീമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഫേസ് പാക്ക് നമ്മളെ പിമ്പിൾസ് മാറാനും പിന്നെ നമ്മളെ ഫേസിലുള്ള ആക്നീസ് ഒക്കെ മാറാനും പിന്നെ ക്ലിയർ സ്കിന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. അത് ഞാനിപ്പോൾ ഇങ്ങനെ എനിക്ക് കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഈ ഒരു ഏരിയയിൽ ഭയങ്കരമായിട്ട് പിമ്പിൾസ് ഇങ്ങനെ വരുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ആദ്യം എനിക്ക് ഈ ഒരു പോർഷനിലായിരുന്നു പിമ്പിൾസ്, പിന്നെ അതൊന്ന് ക്ലിയർ ആയി വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ഈ ഒരു പോർഷനിൽ പിമ്പിൾസ് വരുന്നത്. അതിലൊരു പിമ്പിൾസ് കണ്ടില്ലേ, വലുതായിട്ട് അത് പൊട്ടിപ്പോയി. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അത് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്യണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫേസ് പാക്ക്, ഗോൾഡൻ സ്പൈസ് ഫേസ് പാക്ക്. അപ്പോൾ നല്ലൊരു ഫേസ് പാക്കാണ്. ഇതിന് ഫേസ് പാക്ക് എന്ന് മാത്രമല്ല, നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഒരു ഫേസ് ക്രീമായിട്ടും വേണമെങ്കിൽ പറയാം കേട്ടോ. നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ഒരു മാക്സിമം ഒരു 5 days നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് അല്ലെങ്കിൽ ഫേസ് ക്രീമാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഫേസ് പാക്ക് അല്ലെങ്കിൽ ഫേസ് ക്രീം മാത്രമല്ല ചെയ്യുന്നത്, ഒരു ലിപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവം കൂടെ ചെയ്യുന്നുണ്ട്. അതായത് ലിപ്പ് സ്ക്രബ് പ്ലസ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ലിപ്പിന് വേണ്ടിയിട്ട് നല്ല ഡാർക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഗതിയാണ്. ഓക്കെ, അതും ഒരു ആയുർവേദിക് ടിപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് രണ്ടും നമ്മുടെ ഫേസ് ക്രീം ആണെങ്കിലും നമ്മുടെ ലിപ്പിന് വേണ്ടിയിട്ടുള്ള കെയർ ആണെങ്കിലും നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. ഈസി നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്സാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഈ ഒരു വീഡിയോ ഫുൾ കാണുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ഈ ഒരു ഫാമിലിയിൽ ഇനിയും ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ക്ലിയർ സ്കിന്ന് കിട്ടാനുള്ള ഫേസ് പാക്ക് ഉണ്ടാക്കാൻ നമുക്ക് കുറച്ച് സാധനങ്ങൾ മാത്രം മതി. അതായത് നമുക്ക് ഈ ഒരു ഫേസ് പാക്കിന് 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. എന്നാൽ പിന്നെ നമുക്ക് സുഖമായിട്ട് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഹണി അല്ലെങ്കിൽ തേനാണ് ആവശ്യം. അപ്പോൾ എന്താ പറയുക, ഞാൻ മുന്നേ പറഞ്ഞല്ലോ, നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് ഒരു സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. പിന്നെ ഇതൊരു ക്രീമിൻ്റെ കൺസിസ്റ്റൻസി ആയതുകൊണ്ട് നമുക്കിതിനെ വേണമെങ്കിൽ ക്രീമെന്നും പറയാം കേട്ടോ. ഓക്കെ, അപ്പം നമുക്കൊരു 1 വീക്കൊക്കെ നമ്മുടെ ഈ ഒരു പാക്ക് നമ്മുടെ ഫ്രിഡ്ജിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പം ഞാൻ കുറച്ച് തേൻ എടുത്തിട്ടുണ്ട്. ദെൻ നമുക്ക് ആവശ്യം മഞ്ഞൾപ്പൊടിയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടിയാണ്. അതുകൊണ്ടാണ് ഇതിന് നമ്മൾ സ്പൈസി ഗോൾഡൻ ഫേസ് പാക്ക് അല്ലെങ്കിൽ ഗോൾഡൻ സ്പൈസി ഫേസ് പാക്ക് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് ഗ്ലിസറിനാണ്. ഈ ഒരു ഗ്ലിസറിൻ നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളത്തിൽ ഒന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് അങ്ങനെയും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രം എമൗണ്ട് എടുത്തിട്ട് ഡയറക്റ്റ് നമ്മുടെ ഈ ഒരു ഫേസ് പാക്കിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഞാൻ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുൻപേ ഇതേപോലത്തെ ഒരു വൈപ്പ് എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു വൈപ്പിംഗ് ക്ലോത്തോ കോട്ടണോ എന്തെങ്കിലും എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫേസ് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടും. അല്ലെങ്കിൽ ഫേസ് നന്നായിട്ടൊന്ന് തണുത്ത വെള്ളത്തിലോ ചൂടുവെള്ളത്തിലോ വാഷ് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ മിക്സ് ചെയ്ത് അപ്പം തന്നെ ചിലപ്പോൾ നമുക്കൊരു ഫേസിൽ ഇങ്ങനെ ഇരിക്കാൻ പാകത്തിലുണ്ടാവില്ല, ചിലപ്പോൾ അത് ഒലിച്ചിറങ്ങും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് റെഫ്രിജറേറ്ററിൽ വെച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കുറച്ചൊന്ന് കൺസിസ്റ്റൻസിയിൽ ഡിഫറൻസ് ഉണ്ടാകും. അതായത് കുറച്ചൊന്ന് തിക്കായിട്ടിരിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു പാക്ക് ഇങ്ങനത്തെ ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കൈ വെച്ചിട്ട് തന്നെയാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു പാക്കിൽ അതായത് നമ്മുടെ മെയിൻ കണ്ടൻ്റായ നമ്മുടെ മഞ്ഞപ്പൊടിയിൽ കുറേയധികം ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ സ്കിന്നിന് ഫ്രീ റാഡിക്കൽസ് കാരണം ചിലപ്പോൾ ഡാമേജസ് ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഡാമേജസ് ഒന്നും വരാതെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഈ ഒരു ആൻറ്റി ഓക്സിഡൻസ് ആണ്. പിന്നെ നമ്മുടെ നാച്ചുറൽ ഗ്ലോ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഗതിയാണ് ഈ ഒരു മഞ്ഞൾപ്പൊടി. പിന്നെ നമ്മുടെ സ്കിന്നിനെ ഒന്നും കൂടെ ലൈറ്റൻ ചെയ്യാൻ ഈ ഒരു നല്ലൊരു സ്കിൻ കോംപ്ലക്ഷൻ തരാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് മഞ്ഞൾപ്പൊടി.
ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു അതായത് നമ്മുടെ പിമ്പിൾസ് മാറാൻ മാത്രമല്ല നമുക്ക് ഈ ഒരു പാക്ക് നമ്മൾ ഡെയിലി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിനെ കുറച്ചുകൂടെ ഒന്ന് ലൈറ്റൻ ചെയ്യുക, കുറച്ചൊന്ന് നിറം വയ്ക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ് കേട്ടോ. സെക്കൻഡ് ഇൻഗ്രീഡിയൻറ്റ് നമ്മളിതിൽ ആഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ തേനാണ്. പച്ച തേൻ, സാധാരണ നമ്മൾ പച്ച തേനാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ബാക്ടീരിയാസിനെ റിമൂവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി അടങ്ങിയതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് ഈ ഒരു ബാക്ടീരിയ ആണ് നമ്മുടെ ഫേസിൽ പിമ്പിൾസ്, ആക്നീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ മാറ്റിയിട്ട് നമ്മുടെ ക്ലിയർ സ്കിന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ഹണി. ഓക്കെ, പിന്നെ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് ഗ്ലിസറിൻ ആണ്. ഗ്ലിസറിൻ നമുക്ക് വേണമെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്തോളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാം. ഗ്ലിസറിൻ ആകുമ്പോൾ കുറച്ചുകൂടെ നമ്മുടെ സ്കിന്നിനെ ഒന്ന് മോയ്സ്ചറൈസ് ആയിട്ട് ഇരുത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നല്ലൊരു മോയ്സ്ചറൈസിങ് ഏജൻറ്റാണ് ഈ ഒരു ഗ്ലിസറിൻ. അഥവാ ഇനി അതില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്കിന്ന് ഒന്നും കൂടെ ഒന്ന് ലൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഗതിയാണ് ലെമൺ ജ്യൂസ്. ഓക്കെ, ഇനി അഥവാ മഞ്ഞൾപ്പൊടിക്ക് അലർജി ആയിട്ട് ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ഈ ഒരു ഫേസ് പാക്ക് ഫസ്റ്റ് തന്നെ അപ്ലൈ ചെയ്യാതെ ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യുക. ഫേസിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിലോ ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വല്ല ചൊറിച്ചിലോ അങ്ങനെ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ ഇത് ജസ്റ്റ് അപ്ലൈ ചെയ്യാതിരിക്കുകയാണ് നല്ലത്. ഇനി അഥവാ കുഴപ്പമൊന്നുമില്ല എന്നുള്ളവരാണെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ഉണങ്ങുന്ന സമയം നമുക്ക് നമ്മുടെ ലിപ്പിൻ്റെ മാസ്ക് ഉണ്ടാക്കാം കേട്ടോ. കംപ്ലീറ്റ് ആയുർവേദിക് ആയിട്ടുള്ള ഒരു ലിപ്പ് മാസ്കാണിത്. അപ്പോൾ ഈ ഫേസ് പാക്ക് ഉണങ്ങട്ടെ എന്തായാലും. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ലിപ്പിലേക്കുള്ള മാസ്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുറച്ച് ലെമൺ ജ്യൂസ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നെല്ലിക്ക ഇടിച്ചു പിഴിഞ്ഞിട്ട് അതിൻ്റെ ജ്യൂസാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നെല്ലിക്ക ഇല്ല എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളി ജ്യൂസ് അപ്ലൈ ചെയ്യാം കേട്ടോ. തക്കാളി ജ്യൂസ് പ്ലസ് ലെമണിൻ്റെ ജ്യൂസും കൂടെ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. എൻ്റെ കയ്യിൽ നെല്ലിക്ക ഇരുന്നതുകൊണ്ട് ഞാൻ നെല്ലിക്ക ജ്യൂസ് എടുത്തതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ആയുർവേദിക് ഹെർബാണ്. അതായത് ഇതിൻ്റെ പേര് മഞ്ചിഷ്ട. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്ന ഒരു സംഗതിയാണ് കേട്ടോ. നല്ല കുറേയധികം ഗുണങ്ങളുള്ള ഒരു പൗഡറാണ് ഇത്. നമുക്ക് പൗഡറിൻ്റെ ഫോമിലും അതേപോലെ തന്നെ അതായത് റൂട്ടിൻ്റെ ഫോമിലൊക്കെ നമുക്കിത് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഞാൻ മേടിച്ചിരിക്കുന്നത് ഒരു പൗഡർ ആയിട്ടുള്ള ഫോമിലാണ് മഞ്ചിഷ്ടേൻ്റെ മഞ്ചിഷ്ട ഞാൻ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ലെമൺ ജ്യൂസിലും പിന്നെ നെല്ലിക്കേണ്ട ജ്യൂസിലും കൂടെ മിക്സ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ലിപ്പിൽ മാസ്ക് പോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒത്തിരി അധികം ഗുണങ്ങളുള്ള ഒരു ഹെർബാണ് ഈ ഒരു മഞ്ചിഷ്ട. ഇത് നമുക്ക് ഇൻറ്റേർണലി കഴിക്കാം, എക്സ്റ്റേർണലി യൂസ് ചെയ്യാം, ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ലിപ് മാസ്ക് ഞാൻ ചുണ്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഞാനിത് മുന്നേ ചെയ്തതുകൊണ്ട് അതിൻ്റെ പിഗ്മെൻറ്റേഷൻ ഓൾറെഡി ലിപ്പിലുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇൻറ്റേർണലി ഇത് കഴിക്കാം, എക്സ്റ്റേർണലി നമ്മളെ ടോപ്പിക്കൽ സ്കിന്നിൻ്റെ മുകളിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇൻറ്റേർണലി കഴിക്കുകയാണെങ്കിൽ നമ്മളെ ബ്ലഡൊക്കെ പ്യൂരിഫൈ ആയിട്ട് നമ്മളെ സ്കിന്ന് നല്ല ഹെൽത്തി ആയിട്ടിരിക്കും. സ്കിന്ന് മാത്രമല്ല നമ്മുടെ ഹെയറും. പിന്നെ നമ്മൾ എക്സ്റ്റേർണലി നമ്മളിത് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ സ്കിന്നിലുള്ള പിമ്പിൾസൊക്കെ മാറിയിട്ട് നല്ലൊരു ഗ്ലോ കിട്ടും. പിന്നെ ഇത് നമ്മൾ ലിപ്പിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ലിപ്പിലുള്ള ഡിസ്കളറേഷൻസ് ഒക്കെ മാറിയിട്ട് നമ്മുടെ ചുണ്ടിന് നല്ല റെഡ് കളർ കിട്ടാനും ഹെൽപ്പ് ചെയ്യും. നമ്മൾ ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ ഇരിക്കും നമ്മുടെ ചുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു ഫേസ് മാസ്കും ലിപ്പ് മാസ്കും റിമൂവ് ചെയ്യാൻ പോവാണ്. ഞാൻ ഇങ്ങനത്തെ ഒരു വൈപ്പ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് ഒന്ന് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ വാഷ് ചെയ്ത് കളയാം. എന്താണെന്ന് വെച്ചാൽ തേനിൻ്റെ ആ ഒരു ഇതുണ്ടാവില്ലേ, അത് ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് സോപ്പ് ഇടരുത്. സോപ്പ് ഇടാതെ തന്നെ നന്നായിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫേസ് മാസ്കാണ്. ലിപ്പ് മാസ്ക് ആണെങ്കിലും നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും നമ്മുടെ ഈ ഒരു പൗഡർ. അതുകൊണ്ട് തന്നെ ലിപ്പ് മാസ്കും നമുക്ക് വീട്ടിലുണ്ടാക്കാം. പിന്നെ സിട്രിക് ബേസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മീഡിയത്തിൽ മിക്സ് ചെയ്താൽ കുറച്ചുകൂടെ നമുക്ക് റിസൾട്ട് കിട്ടും നമ്മുടെ ലിപ്പിൽ.
ഓക്കെ, അപ്പോൾ ഈ ഒരു ഫേസ് മാസ്ക് നിങ്ങൾ നെക്കിലും കൂടെ അപ്ലൈ ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലൈറ്റൻ ചെയ്യാൻ കൂടെ ഉള്ളതുകൊണ്ടായതുകൊണ്ട് നമുക്ക് ഫേസിൽ മാത്രം അപ്ലൈ ചെയ്യാതെ നമ്മുടെ നെക്കും കൂടെ ഉൾപ്പെടുത്താൻ നോക്കുക കേട്ടോ. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ വീഡിയോ ഇടയ്ക്ക് വെച്ചിട്ട് കുറച്ചൊന്ന് ഡിലേ ആയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡ്യൂട്ടീൻ്റെ ഇടയ്ക്ക് ഞാൻ കഴിഞ്ഞൊക്കെ വരുന്ന സമയത്ത് എനിക്ക് ടൈം കിട്ടാറില്ല. അതുകൊണ്ടാണ് എനിക്ക് വീഡിയോസ് പ്രോപ്പറായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഞാൻ എന്തായാലും മാക്സിമം ഞാൻ ശ്രമിക്കാം കേട്ടോ, പ്രോപ്പറായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ലിപ്പ് മാസ്കും കൂടെ നമ്മൾ റിമൂവ് ചെയ്യുകയാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ലിപ്പിന് നല്ല കളർ കിട്ടിയിട്ടുണ്ട്. ലിപ്സ്റ്റിക്ക് ഇട്ട പോലെ തന്നെ ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ലിപ്പ് മാസ്ക് കഴുകി കളയുന്ന സമയത്ത്. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കൊരു ലിപ്പ് മോയ്സ്ചറൈസറോ എന്തെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ എന്തായാലും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മുടെ ടർമറിക്കിൻ്റെ ഒരു ഫേസ് പാക്ക് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ ഒന്ന് ലൈറ്റൻ ചെയ്യാനും കോംപ്ലക്ഷൻ മാറ്റാനും കൂടെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. പ്ലസ് നമ്മുടെ പിമ്പിൾസ്, ആക്നീസ് പ്രോബ്ലംസ് ഒക്കെ റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. പിന്നെ നമ്മുടെ ഈ ഒരു ലിപ്പ് മാസ്ക് കംപ്ലീറ്റ് ഒരു ആയുർവേദിക് ലിപ്പ് മാസ്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഈ ഒരു ലിപ്പ് മാസ്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ മിക്സ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു എന്താ പറയുക സിട്രിക് ആയിട്ടുള്ള ഒരു ഒരു മീഡിയത്തിൽ അത് മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോഴായിരിക്കും നമുക്ക് കുറച്ചുകൂടെ ഒരു റിസൾട്ട് കിട്ടുക. ലൈക്ക് ഇപ്പം ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്നത് ലെമൺ ജ്യൂസ്, അതേപോലെ തന്നെ നമ്മുടെ നെല്ലിക്കേൻ്റെ ജ്യൂസിലാണല്ലോ അതുപോലെ തന്നെ നിങ്ങൾ ഒരു സിട്രിക് ബേസ് ആയിട്ടുള്ള ഒരു മീഡിയത്തിൽ അതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോഴായിരിക്കും നമുക്ക് ആ ഒരു മഞ്ചിഷ്ടേൻ്റെ കളർ നമ്മളെ ലിപ്പിൽ നന്നായിട്ട് പിടിക്കുള്ളൂ. അപ്പോൾ എക്സ്ട്രാ വേറെ നമ്മളെന്താ ലിപ്സ്റ്റിക്കിൻ്റെ ആവശ്യം ഒന്നും വരുന്നില്ല ഈ ഒരു ലിപ്പ് മാസ്കിന്. കാരണം നമുക്ക് നല്ലോണം കളർ ഇപ്പോൾ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഡെയിലി നിങ്ങൾ ഒരു അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലിപ്പിലുള്ള ഡാർക്ക്നെസ് ഒക്കെ മാറിയിട്ട് നമുക്ക് നല്ലൊരു കളർ നമ്മുടെ ലിപ്പിന് കിട്ടും. ഓക്കെ, പിന്നെന്താ പറയാനുള്ളത്? ഇനിയിപ്പോൾ ഒത്തിരി അങ്ങ് ഡാർക്ക് കളർ വേണ്ട എന്നുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഈ ഒരു മഞ്ചിഷ്ടേൻ്റെ പൗഡർ നമുക്ക് ഹണിയിൽ മാത്രമായിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അപ്ലൈ ചെയ്യാം. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇളം ചൂടുവെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കളർ പിടിക്കും, ലൈറ്റായിട്ടായിരിക്കും പിടിക്കുക. അപ്പോൾ ഒത്തിരി ഡാർക്ക് കളർ വേണ്ട എന്നുള്ളവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ എത്രയേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത്, ടെർമറിക് അലർജി ആയിട്ടുള്ളവർ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് എക്സ്ട്രാ മോയ്സ്ചറൈസിങ് ക്രീം ഒന്നും അപ്ലൈ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം നമ്മൾ ഇതിലെടുത്തിരിക്കുന്ന 2 ഇൻഗ്രീഡിയൻറ്റ്, അതായത് നമ്മുടെ തേനും പിന്നെ നമ്മുടെ എന്തായിരുന്നു ഗ്ലിസറിനും നമുക്ക് നല്ല ഒരു മോയ്സ്ചറൈസിങ് ഇഫക്റ്റാണ് തരുന്നത്. ഗ്ലിസറിനിൽ ഹ്യൂമക്റ്റൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഗതി ഉണ്ട്. അതാണ് നമ്മുടെ സ്കിന്നിൽ ഒരു മോയ്സ്ചറായിട്ട് ഇരുത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ്ട്രാ നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് എത്ര പ്രാവശ്യമായില്ല ഞാൻ പറയാൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ചാനൽ ഇനിയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇഷ്ടപ്പെടുന്ന വീഡിയോസ് ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ വീഡിയോസ് ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും നമുക്കൊരു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.